നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറ് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാം ഘട്ട തെളിവെടുപ്പ് ഇന്ന് നടക്കും. ലത്തീഫിന്റെ വീട്ടിലെത്തിച്ചായിരിക്കും അഫാനുമായി തെളിവെടുപ്പ് നടത്തുക. അഫാനെ പിതൃ സഹോദരന്റെ ചുള്ളാളത്തെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത്. 3 ദിവസത്തേക്ക് കോടതി കഴിഞ്ഞ ദിവസം കസ്റ്റഡി അനുവദിച്ചിരുന്നു ഈ കേസിൽ. അതായത് ലത്തീഫിനെയും ഭാര്യ ഷാഹിദയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. നടക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അഫാന്റെ അമ്മാവനായ ലത്തീഫിനെയും ഭാര്യ ഷാഹിദയെയും ചുറ്റിക കൊണ്ടടിച്ചാണ് കൊലപ്പെടുത്തിയത്. കുത്തുവാക്കുകളിൽ മനം നൊന്തിട്ടുള്ള കൊലപാതകം എന്നാണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയതിന് അഫാൻ നൽകുന്ന വിശദീകരണം. 80,000 രൂപ ലത്തീഫിന് നൽകാനുണ്ടായിരുന്നു. അഫാന്റെ ആർഭാട ജീവിതം കൊണ്ടാണ് ഇത്രയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടായതെന്ന് ലത്തീഫ് നിരന്തരം കുറ്റപ്പെടുത്തി. ഇതിൽ മനം നൊന്ത് ലത്തീഫിനെ കൊലപ്പെടുത്തി. സൽമ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം ലത്തീഫിന്റെ വീട്ടിലേക്ക് എത്തിയ അഫാൻ സോഫയിലിരിക്കുകയായിരുന്ന ലത്തീഫ് ആക്രമിച്ചു. ഇതിനിടയിൽ ലത്തീഫിന്റെ മൊബൈലിലേക്ക് കോൾ വന്നു. ഇതോടെ തുടർച്ചയായി ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു. ഇതുകണ്ട് ലത്തീഫിന്റെ ഭാര്യ അടുക്കളയിലേക്ക് ഓടി. പുറകെ ഓടിച്ചെന്ന് അവരെയും അടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇതിനുശേഷം പുറത്തേക്കിറങ്ങി ലത്തീഫിന്റെ ഫോൺ എടുത്ത് വീടിന് സമീപത്തെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇന്ന് നടക്കുന്ന തെളിവെടുപ്പിൽ ലത്തീഫിന്റെ ഫോൺ ഉൾപ്പെടെ കണ്ടെടുക്കേണ്ടതുണ്ട്. ഇതിനായി ബോംബ് സ്ക്വാഡിനെയും സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. അഫാനെ അല്പസമയത്തിനകം തെളിവെടുപ്പിനായി SN പുരത്തെ ലത്തീഫിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് വിവരം. അതേസമയം അതിക്രൂരമായ കൊലപാതകങ്ങളായിരുന്നു ഈ അഫാൻ ചെയ്തു കൂട്ടിയത്. രാവിലെ 10-നും 6-നും ഇടയിലായിരുന്നു 5 കൊലപാതകങ്ങൾ. ആദ്യം ഷെമിയെ ഉപദ്രവിക്കുന്നു, അതിനുശേഷം സൽമ ബീബിയെ ഉപദ്രവിക്കുന്നു, അതിനുശേഷമാണ് ലത്തീഫിന്റെ വീട്ടിലേക്ക് എത്തി ലത്തീഫിനെയും ഭാര്യയെയും ഉപദ്രവിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയെ ഉപദ്രവിക്കണമെന്നോ കൊല്ലണമെന്നോ എന്നൊരു പ്ലാൻ ഈ അഫാൻ ഇല്ലായിരുന്നു. മറിച്ച് ലത്തീഫിനെ ഉപദ്രവിക്കുന്നതിനിടയിൽ ഇത് കണ്ട് നിലവിളിച്ച് പുറത്തേക്ക് ഓടിയ അവരെ ഓടിച്ചെന്ന് അതിക്രൂരമായി അഫാൻ കൊലപ്പെടുത്തുകയായിരുന്നു. എന്തായാലും ഇന്നത്തെ തെളിവെടുപ്പിൽ നിർണായകമായ വിവരങ്ങൾ, പ്രത്യേകിച്ച് ആ ഫോണ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, വലിച്ചെറിഞ്ഞ ഫോണ്. അപ്പോൾ ആ ഫോണ് കണ്ടെത്തി പല വിവരങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. എന്തായാലും പ്രതിയുമായി ഇന്ന് ഈ ഒരു വീട്ടിൽ ലത്തീഫിന്റെ വീട്ടിൽ ഇന്ന് തെളിവെടുപ്പിന് എത്തിക്കും. മാത്രമല്ല ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ ലത്തീഫിനെ കൊലപ്പെടുത്താൻ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതും അറിയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോഴാണ് അഫാൻ പല സത്യങ്ങളും തുറന്നു പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, ഈ പരിഹസിച്ചു അല്ലെങ്കിൽ കടം കൊടുക്കാനുണ്ടായിരുന്നു, ഉപദേശം ഇഷ്ടമായില്ല, അതിനപ്പുറം മറിച്ചെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിർണായകമായ മൊഴിയാണ് അഫാൻ്റെതായി പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം മാതാവ് ഷെമി ആക്രമിച്ചപ്പോൾ മരിച്ചെന്ന് കരുതിയായിരുന്നു അഫാൻ പുറത്തേക്ക് ഇറങ്ങിയതും സൽമ ബീവി, ലത്തീഫിന്റെ ഭാര്യ എന്നിവരെ കൊലപ്പെടുത്തിയതും. ഇവരെല്ലാം കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ അഫാൻ മുറിയിൽ മരണത്തോട് മല്ലിട്ട് ഞെരുങ്ങുന്ന അമ്മയുടെ ശബ്ദം കേട്ടു. ഉടൻ തന്നെ രക്ഷിക്കാൻ നോക്കാതെ ആ ചുറ്റിക കൊണ്ട് വീണ്ടും ആ മാതാവിനെ ഉപദ്രവിക്കുകയായിരുന്നു അഫാൻ ചെയ്തത്. ശേഷം ഫർസാനെയും സ്വന്തം അനിയൻ അഫ്സാനെയും അതിക്രൂരമായി അഫാൻ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. എന്തായാലും സാമ്പത്തിക പ്രശ്നമാണ് അഫാൻ ഇത്തരത്തിലൊരു കൂട്ടക്കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന തെളിവ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. 70 ലക്ഷത്തിന്റെ കടം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കടവുമായി ബന്ധപ്പെട്ട് ഈ അബ്ദുൾ റഹീമിന്റെയും അഫാന്റെയും മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അതായത് ഇത്ര 65 ലക്ഷത്തോളം കടം തങ്ങൾക്കുണ്ടെന്ന് അഫാൻ പറയുമ്പോൾ ആ കടത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നായിരുന്നു ഗൾഫിലായിരുന്ന അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പറഞ്ഞത്. ഷെമിക്ക് ഒരുപാട് ചിട്ടിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചിട്ടി കെട്ടി ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അഫാന്റെ ആർഭാട ജീവിതവും ഇത്തരത്തിൽ വലിയൊരു കടക്കണിയിലേക്ക് കുടുംബത്തെ തള്ളിവിടുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ലത്തീഫിന്റെ ആ ഒരു മുന്നറിയിപ്പ്, ലത്തീഫ് ഈ കുടുംബത്തിന് നൽകിയൊരു മുന്നറിയിപ്പ്, അത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമായി. പക്ഷേ ആ ഒരു ഉപദേശം നൽകിയതിന്റെ ഒരു പേരിലാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ പരിഹസിച്ചു ഉപദേശിച്ചു എന്നതടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ലത്തീഫിനെ അഫാൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഷെമിയെ ഈ എല്ലാ മരണ വാർത്തയും അറിയിക്കുകയുണ്ടായി. ഷെമിയെ അതിക്രൂരമായി അഫാൻ ആക്രമിച്ചിരുന്നു. 41ഓളം സ്റ്റിച്ചായിരുന്നു തലയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ICUവിലായിരുന്നു. ICUവിൽ വെച്ച് മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയപ്പോൾ താൻ കട്ടിലിൽ നിന്ന് വീണു എന്നൊരു മൊഴിയായിരുന്നു ഷെമി നൽകിയത്. അഫാൻ ആക്രമിച്ചതാണ് എന്ന് പറഞ്ഞിരുന്നില്ല.
എന്തായാലും ഷമിയുടെ ആരോഗ്യ നില മോശമായതുകൊണ്ട് തന്നെ ഈ മരണ വാർത്തകളൊക്കെ പതുക്കെ അറിയിക്കാമെന്ന തീരുമാനത്തിലായിരുന്നു. ആദ്യം മകൻ തൻ്റെ പ്രിയപ്പെട്ട ഇളയ മകൻ അഫ്സാന്റെ മരണ വാർത്ത തന്നെയാണ് ഷമിയെ അറിയിച്ചത്. അപ്പോൾ തന്നെ ഷമിയുടെ ആരോഗ്യനില വഷളായിരുന്നു. മാത്രമല്ല, എനിക്ക് മകനൊപ്പം പോകണം, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നതിൻ്റെ ഒരു സൂചന, തനിക്ക് മകനൊപ്പം പോകണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതികരണമായിരുന്നു, ഒരു വൈകാരികമായ പ്രതികരണമായിരുന്നു ഷമി നടത്തിയത്. അതുകൊണ്ട് തന്നെ കുടുംബം ഒന്നടങ്കം വലിയ രീതിയിൽ ആശങ്കയിലായിരുന്നു. ഷമി എന്തെങ്കിലും കടുംകൈ ചെയ്യുമോ എന്നതടക്കമുള്ള ആശങ്ക കുടുംബത്തിനുണ്ടായിരുന്നു. മാത്രമല്ല, ഈ മരണ വാർത്തകൾ എങ്ങനെ ഷമിക്ക് ഉൾക്കൊള്ളാനാകുമെന്നതും വലിയൊരു കടമ്പ തന്നെയായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം മറ്റു മരണ വാർത്തകൾ കൂടി അറിയിച്ചിട്ടുണ്ട്. അതായത് ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദയുടെയും ഫർസാനയുടെയും അതുപോലെ തന്നെ സൽമ ബീബിയുടെയും മരണ വാർത്ത കൂടി ഷമിയെ കഴിഞ്ഞ ദിവസം അറിയിക്കുകയുണ്ടായി. എന്തായാലും ഷമിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ പുരോഗതി ഉണ്ട് എന്ന് ഡോക്ടർമാർ അറിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഷമിയെ ICUവിലായിരുന്നു, ചികിത്സയിലായിരുന്നു. ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആരോഗ്യ പുരോഗതി ഷമിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഷമിയെ സംബന്ധിച്ച് ഷമി നിർണായകമായ ഒരു ഘടകമാണ് ഈ കേസിൽ. അതായത് ഈ കൊലപാതകങ്ങൾക്ക് അഫാൻ തുടക്കമിടുന്നത്, അല്ലെങ്കിൽ ആദ്യം ആക്രമിച്ചു തുടങ്ങുന്നത് ഷമിയാണ്. അപ്പോൾ അത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് പോകാൻ വേണ്ടി മാത്രം അന്ന് ആ വീട്ടിൽ എന്താണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്തായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം, വഴക്ക്, ആ ഒരു കാര്യത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരണം നൽകാൻ ഷമിക്കാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഷമിയുടെ ഒരു മൊഴിക്കും, അല്ലെങ്കിൽ ഷമിക്ക് പറയാനുള്ള കാര്യങ്ങളിലും ഒരുപാട് സത്യങ്ങൾ ഷമിക്കും പറയാനുണ്ട്. പക്ഷെ ആരോഗ്യസ്ഥിതി നല്ല രീതിയിലായാൽ മാത്രമേ ഷമിയുടെ മൊഴിയെടുക്കാനാകൂ എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അഫ്സാന്റെ മരണവാർത്ത ഷമിയെ അറിയിച്ചത് മാനസിക വിദഗ്ധരുടെയൊക്കെ ഒരു സഹായത്തോടെ, അല്ലെങ്കിൽ അവരുടെയൊക്കെ സാന്നിധ്യത്തിലായിരുന്നു ഷമിയോട് ആ മരണവാർത്തയൊക്കെ പറഞ്ഞത്. എന്തായാലും ഇന്ന് നിർണായകമായ തെളിവെടുപ്പ് നടക്കും. തെളിവെടുപ്പിൽ ഒരുപാട് വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. വരും മണിക്കൂറുകൾ ഏറെ നിർണായകമാണ് ഈ കേസിനെ സംബന്ധിച്ച്. നേരത്തെ സൽമ ബീവി പാങ്ങോടാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാങ്ങോട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇപ്പോൾ ലത്തീഫിന്റെ വീട് കിളിമാനൂർ സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ കിളിമാനൂർ പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് ഇന്ന് തെളിവെടുപ്പ് നടത്തും. ഇനി ഏറ്റവും അവസാനമായിരിക്കും വെഞ്ഞാറമൂട്, അതായത് ഈ ഫർസാനെയും അതുപോലെ തന്നെ അഫ്സാനെയും കൊലപ്പെടുത്തിയത് വെഞ്ഞാറമൂട് വീട്ടിൽ വെച്ചാണ്. അപ്പോൾ ഏറ്റവും അവസാനമായിരിക്കും വെഞ്ഞാറമൂട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വിശദാംശങ്ങൾ കിട്ടുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.